നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസം വിരാട് കോഹ്ലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി 14 വർഷം നീണ്ട രാജ്യാന്തര ടെസ്റ്റ് കരിയറിന് വിരാമം കുറിക്കുകയാണെന്ന് അപ്രതീക്ഷിതമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി അറിയിച്ചത്. അസാധ്യമെന്ന് തോന്നുന്നതിന്റെ എല്ലാം അമരത്ത് അക്ഷീണ പ്രയത്നത്തിലൂടെ കൊടിനാട്ടിയ വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അവസാനിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പോരാട്ട വീര്യത്തിന്റെ യുഗം കൂടിയാണ്. പടനായകനായ ഒറ്റയാനായിരുന്നു വിരാട് കോഹ്ലി. 2011 അരങ്ങേറി 2014 നായകസ്ഥാനം ഏറ്റെടുത്ത് 8 വർഷം ടെസ്റ്റ് ക്രിക്കറ്റിനെ അടക്കിഭരിച്ച് 2022 ക്യാപ്റ്റൻസിയിൽ നിന്നും പടിഞ്ഞിറങ്ങിയ കോഹ്ലി ഇപ്പോഴിതാ 14 വർഷം നീണ്ട തന്റെ ടെസ്റ്റ് കരിയറിന് പൂർണ്ണവിരാമം ഇടുന്നു. ടെസ്റ്റിൽ ഒരംഗത്തിനു കൂടി കോഹ്ലിക്ക് ബാല്യമുണ്ടെന്ന് ആരാധകരും BCCIയും ഉറച്ചു വിശ്വസിക്കുമ്പോഴും 36-കാരൻ കോഹ്ലി തന്റെ തീരുമാനം വ്യക്തമാക്കിയിരിക്കുന്നു. തൂവെള്ള ജേഴ്സിയിൽ ഇനിയൊരു പകർന്നാട്ടമില്ല. 1988 നവംബർ 5 ജനിച്ച വിരാട് കോഹ്ലി 3-ാം വയസ്സിലാണ് ആദ്യമായി ക്രിക്കറ്റ് ബാറ്റെടുക്കുന്നത്. പിതാവ് പ്രേം കോഹ്ലിയായിരുന്നു ബോളർ. കോഹ്ലിയുടെ പിതാവ് ഡൽഹിയിൽ ഒരു ക്രിമിനൽ അഭിഭാഷകനായിരുന്നു. 2006 18 വയസ്സുള്ളപ്പോൾ രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ ഡൽഹിക്ക് വേണ്ടി 40 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് കോഹ്ലിക്ക് വാതിൽ തുറന്നത്. 2008 അണ്ടർ 19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് വിരാട് കോഹ്ലിയായിരുന്നു. തുടർന്ന് കോഹ്ലിയുടെ താടിയും ടാറ്റുവുമെല്ലാം ട്രെൻഡായി മാറി. ലോകത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് ക്രിക്കറ്റർമാരിൽ ഒരാൾ എന്ന വിശേഷണവും കോഹ്ലിയെ തേടിയെത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ ഇന്ത്യക്കാരൻ, ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റർ, ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ, കൂടുതൽ ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ, കൂടുതൽ വിജയങ്ങൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ, കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ, തുടർച്ചയായ കൂടുതൽ പരമ്പര വിജയം നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ തുടങ്ങി നിരവധി റെക്കോർഡുകളാണ് വിരാട് കോഹ്ലിക്കുള്ളത്. വിരാട് കോഹ്ലി തന്റെ വിരമിക്കൽ കുറിപ്പിനൊപ്പം 269 എന്ന നമ്പറും ചേർത്തു. ഇന്ത്യയ്ക്കായി ടെസ്റ്റ് മത്സരം കളിക്കുന്ന 269ാമത്തെ താരം എന്ന നിലയിലാണ് കോഹ്ലി ഈ ക്യാപ്പ് ലഭിച്ചത്. ഫിനിഷിംഗ് പോയിന്റിന് തൊട്ടടുത്ത് വെച്ച് പിൻവാങ്ങുന്ന മാരത്തൺ ഓട്ടക്കാരനെ പോലെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരാട് കോഹ്ലിയുടെ മടക്കം. ടെസ്റ്റിൽ 10,000 റൺസ് എന്ന നാഴികക്കല്ല് തികയ്ക്കാൻ ഇനി 770 റൺസ് മാത്രം. 2022 ജനുവരിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച് വിരാട് കോഹ്ലി ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3-ാം ടെസ്റ്റിൽ തോറ്റ് പരമ്പര കൈവിട്ടതിന്റെ പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപ്രതീക്ഷിതമായ രാജി വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായ ടെസ്റ്റ് കരിയറിൽ നിന്ന് വിരമിക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.